എറണാകുളം ചേന്ദമംഗലം കൂട്ടക്കൊലക്കേസിൽ പ്രതി ഋതുവിനെ തെളിവെടുപ്പിനായി പോലീസ് ഇന്ന് സംഭവ സ്ഥലത്ത് എത്തിച്ചേക്കും. കഴിഞ്ഞ ദിവസം പ്രതിയുടെ വീട് നാട്ടുകാർ അടിച്ചു തകർത്തു. ഇതേ തുടർന്ന് സംഭവ സ്ഥലത്ത് പോലീസ് സുരക്ഷ ശക്തമാക്കി. കൊച്ചിയിൽ നിന്നും തനേഷ് തമ്പി തത്സമയം ചേരുകയാണ്. തനേഷ്, ഗുഡ് മോർണിംഗ്. പറയൂ തനേഷ്. ഗുഡ് മോർണിംഗ് എസ്. കഴിഞ്ഞ 18-നാണ് നാടിനെ നടുക്കിയ കൂട്ടക്കൊല ചേന്ദമംഗലത്ത് നടന്നത്. ഒരു വഴിത്തർക്കത്തെ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ ഒരു കൂട്ടക്കൊലപാതകത്തിലേക്ക് എത്തുകയായിരുന്നു. 3 പേരാണ് ആ ഒരു സംഭവത്തിൽ മരണപ്പെട്ടത്. ഒരാൾ ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ കഴിയുകയാണ്. അതിനിടയിലാണ് അന്ന് തന്നെ പ്രതിയെ പിടികൂടിയിരുന്നു. ആ പ്രതി മാനസികാസ്വാസ്ഥ്യമുള്ള ആളാണ് എന്നൊക്കെയാണ് ആദ്യം പറഞ്ഞിരുന്നത്. എങ്കിലും വളരെ കൃത്യമായ ആസൂത്രണത്തോടുകൂടി നടത്തിയ കൊലപാതകമാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ജനരോഷം ഈ പ്രതിക്കെതിരെയുണ്ട്. ഋതു ജയൻ എന്ന ഈ പ്രതിയുടെ വീട് കഴിഞ്ഞ ദിവസമാണ് നാട്ടുകാർ അടിച്ചു തകർത്തത്. അങ്ങനെ ആ വലിയ സംഘർഷാവസ്ഥ ആ പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട്. വലിയ ജനരോഷം നേരിടേണ്ടി വരും എന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് പോലീസ് ഇപ്പോൾ ഈ തെളിവെടുപ്പ് എന്നുള്ളൊരു വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിയിരിക്കുന്നത്. വലിയ വെല്ലുവിളിയാണ് പോലീസ് നേരിടുന്നത്. കാരണം ഈ ജനങ്ങൾക്കിടയിലൂടെ തെളിവെടുപ്പിന് കൊണ്ടുവരണം ഈ വീട്ടിലേക്ക് എന്നുള്ളത് ഒരു വലിയ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അതൊരു ചെറിയ കാര്യമല്ല. വലിയ സുരക്ഷാ സന്നാഹങ്ങളോടുകൂടിയായിരിക്കും ഈ തെളിവെടുപ്പ് നടക്കുക. ഒരുപക്ഷെ ഇന്നലെ രാത്രി അതുണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു നമ്മളൊക്കെ ഉണ്ടായിരുന്നത്. നാട്ടുകാരുടെ കണ്ണ് വെട്ടിച്ച് എങ്ങനെയെങ്കിലും ഈ ഒരു തെളിവെടുപ്പ് നടത്തുക എന്നുള്ളതായിരുന്നു. ഇന്നലെയാണ് പറവൂർ കോടതി 5 ദിവസത്തെ കസ്റ്റഡിയിൽ ഋതു ജയനെ പോലീസിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ വിശദമായ ചോദ്യം ചെയ്യലുണ്ടാകും. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം തെളിവെടുപ്പ് ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ പ്രദേശത്ത് വലിയ സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കിയിട്ട് ആയിരിക്കും ആ തെളിവെടുപ്പിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുക. ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു കാര്യങ്ങൾ എല്ലാം വളരെ പെട്ടെന്ന് തന്നെ തീരുമാനിക്കേണ്ടതുണ്ട്. കൂടുതൽ പ്രതികളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇന്ന് തന്നെ തെളിവെടുപ്പ് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എസ്. ഓക്കെ, താങ്ക് യു. തനേഷ് തമ്പിയാണ് വിവരങ്ങൾ നൽകിയത്.